എന്ത് ചെയ്യുന്നു? KWTCയിൽ എംപാനൽ കണ്ടക്ടറാ. ഹസ്ബൻഡ് ഗൾഫിലാണ്, ഗ്രാഫിക് ഡിസൈനർ. മോൾക്ക് ഫുഡ് പോയ്സൺ ആയിരുന്നു. ഷീ വാസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഇവിടെ എത്തിക്കാൻ ഒരു 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫിക്കൽട്ട്. ഈ പഴകിയ ഭക്ഷണത്തിൽ നിന്ന് എൻഡോടോക്സിൻ എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയ ഫോം ചെയ്യും. നെർവ്സിനെയും ബ്രെയിനെയും വരെ ബാധിക്കാവുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണത്. കുട്ടി എന്താണ് കഴിച്ചത് രാത്രിയും രാവിലെ ആയിട്ട്? ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് പോണ വഴിക്ക് പൊറോട്ടയും ചിക്കനും കഴിച്ചായിരുന്നു കടയിൽ നിന്ന്. കുട്ടി മാത്രോ? അല്ല ഡോക്ടറെ, അമ്മ അല്ലാണ്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചായിരുന്നു. അപ്പം രാവിലെ? രാവിലെ ഞാൻ ഇഡലി ഉണ്ടാക്കി കൊടുത്തപ്പോൾ മോള് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തു. പഴകിയ പാക്കറ്റ്? അല്ലല്ല, പുതിയ പാക്കറ്റാണ്. ഞാൻ ഇന്നലെയാണ് പൊട്ടിച്ചത്, അല്ല ഇന്ന് രാവിലെയാണ് പൊട്ടിച്ചത്. അതിന്റെ പുറകിലെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഡേറ്റ് ഒക്കെ പാക്കറ്റിന്റെ പുറത്തല്ലേ? ഉള്ളിലെ പ്രോഡക്റ്റിന്റെ അവസ്ഥ നമ്മൾ എങ്ങനെ അറിയാനാ? എനിവേ ഷീസ് ഗെറ്റിംഗ് വെൽ. എന്തായാലും 2 ദിവസത്തെ കീൻ ഒബ്സർവേഷൻ വേണം. ഹലോ, ആ ശ്രീയേട്ടാ, ഞാൻ ഇപ്പതേ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു കേട്ടാ. കുഞ്ഞിപ്പോഴും ഐസിയിൽ തന്നെയാണോ? അതേട്ടാ, ഐസിയു തന്നെയാ. ഞാൻ കയറി കണ്ടിട്ടൊന്നുമില്ല. അവര് വിളിപ്പിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. മണി ഇനിയെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? ഞാനെന്ത് ശ്രദ്ധിക്കാനാണ് ശ്രീയേട്ടാ? കടയിൽ നിന്ന് പാക്കറ്റ് പിടിച്ചിട്ട് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കാനാ? ശ്രീയേട്ടൻ വരുന്നത് ഇങ്ങനെ ഓരോന്നിട്ട് പറയല്ലേ ശ്രീയേട്ടാ, ഞാൻ വെക്കണേന്. മോളെ ചേച്ചി, ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അന്ന് കുഞ്ഞു മാത്രല്ല രാവിലെ പാലപ്പം കഴിച്ചത്. അപ്പൊ അതിന്റെ ഫുഡ് പോയിസൺ ആണെന്ന്. മാളവിക ശ്രീകുമാറിന്റെ ആരാ? ഉണ്ട് ചേച്ചി. അല്ല, ഒരാള് മതി. ഒരാള് ചേച്ചി, ഒരാള്. മോള് ചൊല്ല. അമ്മക്കാരേനാണ്? അമ്മ പേടിച്ചുപോയി. വേനയൊക്കെ മാറിയാ? എങ്ങനെയുണ്ട് മോളെ? ഓക്കെ അല്ലേ? ചേച്ചി ഒന്ന് പുറത്തേക്കോ, ഡോക്ടർ വന്ന റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ. ആ ശരി. അമ്മ പോകല്ലേ? അമ്മൂമ്മയ്ക്ക് എന്റെ വെളിയിലട്ടാ, അമ്മ പുറത്തിരിക്കാം. അച്ഛനെ വിളിക്കോ? ഇവിടെ ഇരുന്ന് എങ്ങനെ വിളിക്കാൻ പറ്റുക? ഇവിടെ ഉള്ളവർ രണ്ടാ വഴക്ക് പറയൂലേ? ചക്കര ഉറങ്ങിക്കോ കുറച്ചു നേരം. അമ്മ വരാട്ടാ. ഓക്കെ അല്ലേ? മോൾക്ക് വിശക്കണുണ്ടോ? മാമൻ കുറച്ച് പാലപ്പം കൊണ്ടുവന്നേ. വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ, നല്ല പാലപ്പല്ലേ. കുഞ്ഞിനി ജന്മത്തെ പാലപ്പം കഴിക്കൂല അല്ല മോളെ. സിസ്റ്റർമാര് പോയോ മോളെ? മോളെ രാവിലെ ഇറങ്ങാൻ പറ്റും. ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി കുഴപ്പമില്ലെങ്കിൽ മറ്റന്നാ പോവാം. ആ പിന്നെ ഇതൊന്ന് അടച്ചേക്കണേ. എത്രയായി മോളെ? 8300 രൂപ. എത്രയാണ്? 8300 അമ്മേ. എന്റെ ഭഗവാനെ, വന്നിട്ട് 2 മണിക്കൂർ ആയില്ലല്ലോ. അമ്മ സ്കൂളുകാർ അവരുടെ ഇതിന് ചേർന്ന ആശുപത്രിയിലല്ലേ കൊണ്ടാക്കിയിരിക്കണേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ റൂം തന്നെ AC ഇല്ലാത്തവണ്ണം ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ ഭാവന്ന് കാണണ്ടായിരുന്നു. ഒക്കെ കാശാരുടെ കളിയാണ്. അമ്മ ഞാൻ ഈ ബില്ലൊന്ന് അടച്ചിട്ട് വരാം. നിക്ക്, എന്തുണ്ട്? കാശുണ്ടോ അടയ്ക്കാൻ? ഇല്ല, 2000 രൂപ രമ ചേച്ചി തന്നെ. 3000 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ 3ഉം 2ഉം 5ആയി. ശ്രീകുമാറിന്റെ അമ്മയുടെ വല്ലതും കാണുമെന്ന് ചോദിച്ചു. അമ്മയുടെ ഒന്നും കാണൂലേ? യൂണിറ്റിലെ പൈസയൊക്കെ കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മാസമാവും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അതുകൊണ്ട് അടച്ചിട്ട് നാളെ കൊണ്ടുവരാന്ന് പറയാം അവരുടെ അടുത്ത്. നാളെ എവിടുന്ന് കൊടുക്കാനാണ്? കയ്യിലും കാലിലും കിടക്കണ ഒക്കെ വരവും. അമ്മ ഞാൻ ഇത്തിരി കാശ് ഓഫീസിൽ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ കൊച്ചിന് നെക്ലസ് ഇരിപ്പില്ല, അത് പണയം വെക്കാം. ചേട്ടനും തന്നെയാ പറഞ്ഞ. ശരി, ഞാൻ പോയി അടച്ചിട്ട് വരാം. അമ്മ റൂമിലിരുന്നോ?